ദൈവഹിതമാണ് ഇട്ടിച്ച. ഇന്ന് കാലത്ത് ഈ ഇടവകയിലെ വികാരിയായിട്ട് ചാർജ് എടുക്കുമ്പോ ഈ വീടും ഇട്ടിച്ചനുമാണ് മനസ്സിൽ ആദ്യം വന്നത്. ഞാൻ അറിഞ്ഞിരുന്നു അച്ഛൻ ഇങ്ങോട്ട് സ്ഥലമാറ്റമാണെന്ന്. നന്നായി അച്ചു. ആ എന്നാ ഇറങ്ങട്ടെ ഇട്ടിച്ച, ഇടവക പ്രമാണിമാരെയൊക്കെ ഒന്ന് കാണണമല്ലോ. ശരി. നമ്മുടെ പാർട്ടി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഏകകണ്ഠമായി നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ത്രീകൾ ആദ്യം. അതുകൊണ്ട് വനിതാ പ്രതിനിധിയായിട്ട് ആരെ നിർത്താം? സഖാവ് സേതുലക്ഷ്മിയെ നിർത്തണം. വരട്ടെ. സഖാവ് സേതുലക്ഷ്മിയുടെ പേര് സഖാവ് ഗോമതി നിർദ്ദേശിച്ചു. ഇനി ഒരാൾ പിന്താങ്ങണം. ഞാൻ പിന്താങ്ങുന്നു. അപ്പോ സഖാവ് സേതുലക്ഷ്മിയെ സഖാവ് ഗോമതിയുടെ നിർദ്ദേശപ്രകാരം സഖാവ് മേരിയുടെ പിന്തുണയോടുകൂടി വനിതാ സ്ഥാനാർത്ഥിയായി നാം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നു. അടുത്ത സ്ഥാനാർത്ഥിയായി സഖാവ് DK പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. സഖാവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ തുറക്കാനുമേ. ഉറങ്ങിയില്ലേ നിങ്ങൾ ഇതുവരെ? കിടക്കാൻ പോവായിരുന്നു. എന്നാ പിന്നെ അന്നമ്മേ, ഞങ്ങള് വീട്ടിലോട്ട് പോവാ. ഓ, ഇനിയിപ്പൊ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകണ്ട സ്റ്റെല്ല. അതെ, നിങ്ങൾ അമ്മയും മോനും കൂടെ ഇവിടെ കിടക്ക്, ഞങ്ങൾ അപ്പുറത്ത് കിടന്നോളാം. വാ. ഞാൻ കഴിച്ചോളാം, നീ അവിടെ ഇരിക്കേ. അസുഖം വല്ലതും തോന്നുന്നുണ്ടോ അന്നമ്മേ? ഉണ്ട്, ഞാൻ പറയത്തില്ലയോ. നീ കഞ്ഞി കുടിച്ചോ? ആഹാരം സമയാസമയത്ത് കഴിച്ചോണം. ഉള്ളത് വിശന്നിരിക്കില്ലേ? ഈ സമയത്ത് മുഴുവൻ നേരവും അന്നമ്മയുടെ കൂടെ ഇരിക്കേണ്ടവനാ ഞാൻ. ഓ, അതൊന്നും സാരമില്ല ചായ. അന്നമ്മോ, നമ്മുടെ പാർട്ടി ജയിക്കും. നമ്മുടെ DK MLA ആകും. ചിലപ്പോ ഈ നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയും. മോൻ കേട്ടോ, മോന്റെ അപ്പച്ചൻ മന്ത്രിയാകുന്നു. കർത്താവേ, അങ്ങനെ തന്നയച്ചതാ മോക്ക്. വേണ്ടാന്ന് പറയരുത് മോളെ.
മോളുടെ മാലയും വളയൊക്കെ ആയത്. ഇത് കുറച്ച് രൂപയും. എനിക്കെന്തിനാ ചേട്ടത്തെ ഇനി മാലയും വളയും ഒക്കെ? ഇന്ന് എന്റെ വില കൂടിയ ആഭരണം അപ്പച്ചിട്ട് സ്നേഹമായിരുന്നു. അത് പോയി. അതൊന്നും പോയിട്ടില്ല മോളെ, പോയിട്ടില്ലേ? ഇന്ന് പള്ളിയിൽ വെച്ച് എന്നെ ഈ നിലയിൽ കണ്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പോകാൻ അപ്പച്ചന് കഴിഞ്ഞല്ലോ. സാരമില്ല, ഞാൻ അനുഭവിച്ചോളാം. ചേട്ടത്തി അപ്പച്ചനോട് പറഞ്ഞേക്ക്, അപ്പച്ചന് ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചന് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന. അപ്പച്ചന് ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചന് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന. അവറാക്കുട്ടി, അവറാക്കുട്ടി, അന്നമ്മയെ ശരീരം കാണിക്കണം. പറ്റത്തില്ല അച്ചോ, മേടയിൽ ഇട്ടിച്ചൻ ഇങ്ങനെ ഒരു മോളില്ല. അയ്യോ, എന്റെ അപ്പച്ച, അച്ചായ, എനിക്ക് എന്റെ അപ്പച്ചനെ കാണണം. എനിക്ക് എന്റെ അപ്പച്ചനെ കാണണം. അച്ചോ, എന്റെ അപ്പച്ചനെ കാണിക്കാൻ പറച്ചോ. കാണണം അന്നമ്മ, നിനക്ക് മരിച്ചു വീണാലും കാണിക്കത്തില്ലടാ. പറയുന്നമ്മേ, അന്നമ്മേ കാണണോ? ശരീരം താഴെ വെക്കാൻ പറയാച്ചോ മാരോടെ. ആന്റോണി, സ്റ്റീഫ, ദേവി ഏത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അച്ചോ, സ്റ്റീഫ, കർത്താവിനെ ഓർത്ത് പറയാന്നമ്മേ, നിനക്ക് കാണണം. നിന്റെ അപ്പച്ചനെ നീ കണ്ടിരിക്കും. എനിക്ക് കാണണ്ടേ, എനിക്ക് കാണണ്ടേ. വാ. അച്ചോ, ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് സ്വന്തം അപ്പന്റെ ശരീരം പോലും മകളെ കാണിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിയുക്ത മന്ത്രിമാർ നാളെ രാവിലെ 10 മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലി സ്ഥാനങ്ങളേറ്റെടുക്കും. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ പോറ്റിയെ പാർട്ടി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. കുഴപ്പമായി, എന്റെ കൈ നിൽക്കത്തില്ല. ആശുപത്രി കൊണ്ടുപോകണം, ചോര ഒരുപാട് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്! ഇതിനാൽ ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തുകൊള്ളുന്നു. ഞാൻ D.K. Anthony, D.K. ആന്റണി on my own name, എന്റെ സ്വന്തം നാമത്തിൽ ശരി. പ്രസവിച്ചു. ആൺകുട്ടിയാ.
ഓപ്പറേഷൻ വേണ്ടി വന്നു. ഉടനെ ഈ മരുന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു. വേഗം വേണം. തന്റെ കാശ് വല്ലതും ഉണ്ടോ? എന്റെ എവിടുന്ന കാശ്? ഞാനിപ്പോ വരാം. അതെ, ഇപ്പൊ ബില്ല് എഴുതണ്ട. തരാൻ എന്റെ കാശില്ല, അതുകൊണ്ടാ. ഇപ്പൊ കടമായിട്ട് തരണം. നാളെ ഞാൻ കാശ് കൊണ്ട് തരാം. അത് പറ്റത്തില്ല സാറേ, മുതലാളി ഇവിടെ ഇല്ല. മുതലാളി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വാങ്ങിക്കവറാ കുട്ടി, ചുളു വിലയല്ലേ? താൻ പറയണ ശരിയാ, പക്ഷെ പ്രശ്നം അങ്ങനെയല്ലെന്നേ. 40,000 രൂപയാവും പറയണത്. അത്രയല്ലേ ഉള്ളൂ അവറാ കുട്ടി. അതിനോട് 40,000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര ഈസിയാണ്. പിന്നല്ലാതെ. സഖാവേ, സത്യം പറഞ്ഞു പോയില്ലയോ? ഓപ്പറൊക്കെ എങ്ങനെ? ഒന്നും തീരുമാനമായിട്ടില്ല. ആഭ്യന്തര ആർക്കാരും അച്ചോ, അച്ചോ, ആ അച്ചോ, എന്താ സ്റ്റീഫ? അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. താൻ കാര്യം പറ. അന്നമ്മ പ്രസവിച്ചു. ആ ഉടനെ ഈ മരുന്ന് എത്തിക്കണം. എന്റെ കാശില്ല. അത്രേ ഉള്ളൂ. പറയണ്ടേ? ഒരു കാര്യം ചെയ്യ്. ദാ, ഇത് വെച്ചോ. താൻ മരുന്ന് മേടിച്ചോണ്ട് പോവാ, ഞാൻ ആശുപത്രിയോട് പോവാം. താനിതുവരെ കഴിക്കാൻ തുടങ്ങില്ലേ? ഇരിക്കെ, ഒരുമിച്ച് കഴിക്കാം. എനിക്ക് തീരെ വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. തനിക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഇരിക്ക് സഖാവേ. നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണി തന്നെ. ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും. നാളെ കൂടി വരും. മറ്റന്നാ വരുവോ? അതിന്റെ പിറ്റേ ദിവസം വരുവോ? ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി? ഒരു എളുപ്പ വഴിയുണ്ട്. മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി, കൊഴിഞ്ഞു വീഴും. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ നെട്ടൂരാനെ, ഇനി ഇങ്ങനെ നടന്നാ പോരാ. ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനുള്ള വഴി കാണണം. മേടയിലെ മട്ടുപ്പാവിൽ 4 നേരം വൃത്തിയായിട്ട് വയറു നിറച്ച് വല്ലതും കഴിച്ചോണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൂടെ ഇറങ്ങി പോന്നത്. അന്നമ്മ, സഖാവിന്റെ ഭാര്യ. ഇപ്പതേ ഒരു മോനും കൂടായി. അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ? അവനെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഉണ്ണി തന്നെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ. പേടിക്കണം. ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോ തനിക്ക് പേടി വരും. 24 മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാകത്തില്ല. എന്തോന്നാണോ തനി പറയുന്നത്? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ ഞാൻ. അതറിയാം. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പിള്ളയ്ക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ? താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെ നോക്കാതെയുള്ള തന്റെ ഈ ഇംഗിലാവിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നെട്ടുരാനെ, നമുക്ക് പഴയ പോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലയോ? എന്താ? നോട്ടമുണ്ട് എല്ലാരും. ഞാൻ നീന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. എന്നും ഓരോ പരിപാടി എന്നമ്മേ. എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നറിയാമോ? ഇന്നാ നടന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സേതു, ഒരു മന്ത്രിയുടെ ബുദ്ധിമുട്ടൊക്കെ. കുട്ടാ, കള്ളക്കുട്ടാ, മുദ്രാവാക്യം വിളിച്ചണ്ടായ നമുക്ക്. ചോറെവിടെ, പാലെവിടെ, കൊണ്ടെത്ത അമ്മച്ചിയെ. ചോറെവിടെ, പാലെവിടെ, കൊണ്ടെത്ത അമ്മച്ചിയെ. വീടിയുണ്ടോ സഖാവി ഒരു തീപ്പെട്ടി എടുക്കാൻ? എടോ, കുറെ കൂടെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം താൻ. തനിക്ക് വേണ്ടിയല്ല, അന്നമ്മയ്ക്ക് വേണ്ടി. മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമ്മ ഒരു ദാരിദ്ര്യക്കോലമായി ജീവിക്കാൻ പാടില്ല. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു ബിസിനസ് തുടങ്ങണം താൻ. വഴിയുണ്ടാക്കാവിടൂ. പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം, നമ്മുടെ പാർട്ടി പ്രവർത്തനവും ബിസിനസ്സും കൂടെ. നമുക്ക് പോറ്റി സാറിനോട് സംസാരിക്കാം. നെട്ടൂരാനെ പോലെ ഒരു പാർട്ടി സഖാവ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല.
സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഒരു വരുമാന മാർഗം നെട്ടൂരാൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തമായൊരു വീടും. കാരണം അന്നമ്മ ഒരു സഖാവിന്റെ ഭാര്യ മാത്രമല്ല, മേടയിൽ ഇട്ടിച്ചന്റെ മകളും കൂടിയാണ്. ഇത് നെട്ടൂരാന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. ഇതല്ലേ കൂടുതൽ അഭിമാനം. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിന്റെ ഭാര്യയല്ലേ അന്നമ്മ. പിന്നെ സഖാവ് തീരുമാനിക്കുക. പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ഏതായാലും പറ്റില്ല. ഇനി അങ്ങനെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കണം. പാർട്ടിയിൽ നിന്ന് 5-6 കൊല്ലം ലീവ് എടുക്കണം. ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. ഈയിടെയായിട്ട് എന്നോട് മിണ്ടാട്ടമേ ഇല്ല. അവൻ എന്തൊക്കെ അറിയാം. എന്തോന്നറിയാമെന്ന്? ഇന്നലെ സ്കൂളിലെ റിപ്പോർട്ട് ഒപ്പിടുമ്പോ അവൻ എന്നോട് ചോദിച്ചു അവന്റെ അപ്പച്ചൻ എവിടെയെങ്കിലും ഉണ്ടോന്ന്. അച്ചായ, കൂടുതൽ എന്തെങ്കിലും അവൻ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കുന്നതല്ലേ ശരി? സ്റ്റെല്ല, നിന്നോടൊപ്പം ഇവിടെ കഴിയുമ്പോൾ സേതുവിനോട് ഞാൻ തെറ്റാണ് ചെയ്യുന്നത്. അതെനിക്കറിയാം. അവിടെ മന്ത്രിമന്ദിരത്തിൽ സേതുവിനോടൊപ്പം കഴിയുമ്പോൾ ഈ വാടക വീടും നീയും കുഞ്ഞും ഒരു വലിയ തെറ്റ് തിരുത്താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും. അവിടെയും ഇവിടെയും എവിടെയും സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായി ഞാനും. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സ്റ്റെല്ല, നീ എന്നെ മനസ്സിലാക്കണം. തൽക്കാലം എല്ലാം ഇങ്ങനെ തന്നെ പോകട്ടെ. പോകുന്നിടത്തോളം. കുറച്ച് നാളായിട്ട് നീ ഇത് വെച്ച് നടത്തുന്നുണ്ട്. ഇറങ്ങി വരുന്ന പൊളിച്ചാത്ത തരണോ? ഇറക്കി വരുന്നുണ്ടോ? അവനിറങ്ങി വിടടി. ഹലോ, ഞാനാ DK. എന്താണ്? അത്യാവശ്യം. താൻ എവിടുന്നാ വിളിക്കുന്നത്? എടോ, ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിലാ. പുറത്ത് ആൾക്കാർ വളർന്നിട്ടുണ്ട്. താൻ ഉടനെ ഇങ്ങോട്ട് വരണം. ഞാൻ എന്താ വരുന്നു. എന്താ ചായ? എന്താ പ്രശ്നം? ഒന്നുമില്ല. നീ ഭാഷയോട് ടെമ്പോ ഇറക്കാൻ പറ. എന്താടാ ഇവിടെ ബഹളം? എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന്? ഈ വീട്ടിൽ ഒരാൾ കയറുന്ന പോലെ അവനെ പിടികൂടാനാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ. ആണുങ്ങളില്ലാത്തൊരു വിധവയുടെ വീട്ടില് പാതിരയ്ക്ക് സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ആരാണെന്നൊന്ന് അറിയണമല്ലോ. നീയൊക്കെ ആരാ? ഇവിടുത്തെ സദാചാര കമ്മിറ്റിയോ? എനിക്ക് വേണ്ടപ്പെട്ട വീടാ. ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും. നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോ മുതലാളിക്കും പങ്കുള്ള കച്ചവടം അല്ലയോ? ഒന്നാണ് ഞാൻ. ഒറ്റ ഒരുത്തൻ എന്നോട് ചോദിക്കില്ല. നീയൊക്കെ നിന്റെ അച്ഛൻ വീട്ടിൽ പോയി സദാചാരം ഉണ്ടാക്കണ. മാറ്റാൻ പറ. വണ്ടി മാറ്റിയിട. മിനിസ്റ്റർ ടെമ്പോല. എടോ കോപ്പെ, താനൊരു മന്ത്രിയാണെന്ന് ആലോചിക്കണം. എടോ, പെട്ടെന്നുള്ള പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ടാ തന്നെ അറിയിക്കാൻ ഞാൻ. തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കില് ഒന്ന് ആലോചിച്ച് നോക്ക്. നാറ്റ കേസല്ലേ. താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ സ്ഥലം വിടണം. താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത്? അല്ല, കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത്. അവന്റെ കാറിലോ? എന്റെ DK, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. താൻ ഇറങ്ങ. വാ. മിസ്റ്റർ കണ്ണൻ, എന്നോടുള്ളത് തുറന്നു പറയണം. മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. DK മിനിസ്റ്റർ എന്നോട് ആ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവിട്ടു. മറ്റൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം. ഇന്ന് കാലത്താണ് ഞാൻ അറിയുന്നത് ആൾക്കാർ വളഞ്ഞെന്നും പ്രശ്നമായെന്നും. മിനിസ്റ്ററാണ് അകത്തുണ്ടായിരുന്നെന്ന് ആരും അറിഞ്ഞിട്ടില്ല. കുറച്ചു നാളായി തുടങ്ങിയിട്ട്. നെട്ടൂരാനാണ് ഇത് കൂട്ടു നിൽക്കുന്നത്. DK മിനിസ്റ്ററുമായുള്ള നെട്ടൂരാന്റെ ബന്ധത്തിൽ
പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ കൂടുന്നുണ്ട്. ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്ക് നാട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി തരാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൂടെയുണ്ട്. ഈ നാറിയ വിവരം ഞാൻ അങ്ങനെ അറിഞ്ഞതല്ല. എന്താ നിങ്ങൾ ഈ തെറുതിയിൽ ഒപ്പിട്ട് തള്ളുന്നത്? എന്റെ തലയിലെടുത്തോ? എന്താ നിനക്കിപ്പോ അറിയേണ്ടത്? സ്റ്റെല്ല നിങ്ങളുടെ ആരാ? കാമുകയോ, രണ്ടാം ഭാര്യയോ, അതോ വെപ്പാട്ടിയോ? വ്യവസായ മന്ത്രി DKയുടെ ടൂർ പ്രോഗ്രാമിലെ ലഞ്ചും റെസ്റ്റും ഒരു തേവിടിച്ചിപ്പുരയിലാണെന്ന് നാട്ടുകാരറിഞ്ഞാലുള്ള എന്റെ ഗതികേടിനെ പറ്റി നിങ്ങൾ ഓർത്തില്ല. സേതു, ഒന്നും ഓർക്കാതെ പറ്റിപ്പോയൊരു തെറ്റാണ് നീ ഇപ്പൊ തേവിടിച്ചിന്ന് വിളിച്ച പാവം സ്റ്റെല്ല. എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്കണം. സേതു, എനിക്ക് സ്റ്റെല്ലയിലൊരു കുട്ടിയുണ്ട്. ഒളിവിൽ പറ്റിപ്പോയ ആ വലിയ തെറ്റിന് ഒളിവിലെങ്കിലും എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ. സേതു, നീ എന്നെ മനസ്സിലാക്കണം. ഒളിവ് കാലത്ത് നിങ്ങൾ സ്റ്റെല്ലയുമായി ബന്ധപ്പെട്ടത് എനിക്ക് മനസ്സിലാക്കാം, അതിലൊരു കുട്ടി ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധപ്പെടാനും അവളുടെ വീട്ടിൽ കൂട്ടുകിടക്കാനും ഈ സേതുലക്ഷ്മി സമ്മതിക്കില്ല. യെസ്, ഐ മീൻ ഇറ്റ്. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. പറ്റില്ല, എനിക്ക് സംസാരിക്കണം. എനിക്ക് കേൾക്കണ്ട. എനിക്ക് സംസാരിക്കണം.